ഓസ്ലർ ഇന്ന് തേർഡ് വീക്കിൽ 15ാമത്തെ ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന മോഹൻലാൽ, ലിജോ ജോസ് പുല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ എത്തിയ ചിത്രം തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല തിയേറ്ററിലും ഓസ്ലറിൻ്റെ ഷോയിൽ ചെറിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ മലൈക്കോട്ടെ വാലിബനെ ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ മികച്ച ട്രോളുകളും തണുപ്പൻ പ്രതികരണവുമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓസ്ലറിൻ്റെ ഷോയും കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ കൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് തിയേറ്റർ ഉടമകൾ. വാലിബന്റെ വരവോടുകൂടി ആദ്യ ദിവസം ഓസ്ലറിനെ തിയേറ്റർ ഉടമകൾ ഒന്ന് ഒതുക്കിക്കളഞ്ഞു. എന്നാൽ സെക്കൻഡ് ഡേ മുതൽ വാലിബന്റെ അബ്രഹാം ഓസ്ലർ കൂടുതൽ തിയേറ്ററിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി പോവുകയാണ്. കൂടുതൽ സ്ക്രീനിലും കൂടുതൽ ഷോയും കാര്യങ്ങളിലെല്ലാമായിട്ട് അബ്രഹാം ഓസ്ലർ വീണ്ടും കളം നിറയാനുള്ള തയ്യാറെടുപ്പിലാണ്. വാലിബന് ആവറേജിനും വളരെ താഴെ നിൽക്കുന്ന ഒരു റിപ്പോർട്ടാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആവറേജ് റിപ്പോർട്ടുള്ള അബ്രഹാം ഓസ്ലർ മാത്രമാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കുന്ന മലയാള ചിത്രം. ഈ ഒരു വീക്കെൻഡിൽ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന കുടുംബ പ്രേക്ഷകരുടെ ഫസ്റ്റ് ചോയ്സായി മാറുകയാണ് അബ്രഹാം ഓസ്ലർ. ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ഡേ ആണ്. വെള്ളി, ശനി, ഞായർ 3 ദിവസം നല്ല രീതിയിലുള്ള ബോക്സ് ഓഫീസ് വേട്ട നടത്താൻ ഓസ്ലറിനും സാധിക്കും. പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണം നേരിട്ട വാലിബൻ എന്ന ചിത്രത്തിന് വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം.